കീഴുദ്യോഗസ്ഥനെതിരെ പരാതിപ്പെട്ട യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നത് അടിസ്ഥാനരഹിതമായ കാര്യമെന്ന് താനൂർ ഡിവൈഎസ്പി വി ബെന്നി. മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിലെ വിരോധത്താലുള്ള ഗൂഢാലോചനയാണ് ആരോപണത്തിന് പിന്നിലെന്ന് വി ബെന്നി ജനം ടിവിയോട് പറഞ്ഞു. താനൂർ ഡിവൈഎസ്പി വി ബെന്നിക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണവുമായി ഇന്ന് മലപ്പുറം സ്വദേശിയായ ഒരു യുവതി രംഗത്ത് വരികയുണ്ടായി. ഡിവൈഎസ്പി ആണ് ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു എസ് പിക്ക് കൊടുത്തൊരു പരാതി. ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി എനിക്ക് തരികയും ആ പരാതി എന്ന് പറയുന്നത് ഒരു കേസിൻ്റെ അന്വേഷണം പ്രോപ്പറായിട്ട് നടത്തില്ല എന്നുള്ള പരാതിയാണ് എസ് പിക്ക് കൊടുത്തിരുന്നത്. ആ പരാതിയുടെ ഭാഗമായിട്ട് ഈ ലേഡിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തെപ്പറ്റി അന്വേഷിച്ചപ്പോഴും അതും യാതൊരു കഴമ്പുമില്ലാത്ത കാര്യമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അങ്ങനെ റിപ്പോർട്ട് ഞാൻ എസ് പിക്ക് കൊടുത്തു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആകെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഓഫീസിലേക്ക് വിളിച്ച് ഒരുപക്ഷെ ഞാൻ വിളിച്ചിട്ടേ ഇല്ല. സാധാരണഗതി പെറ്റീഷൻ അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടുണ്ട്. അവർ ഓഫീസിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാറില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാറുള്ളത് മറ്റൊരു ഉദ്യോഗസ്ഥനാണ് എടുക്കാറുള്ളത്. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും. അന്ന് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതിൽ അതാണ് ആകെ ആ സ്ത്രീയുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം. അല്ലാതെ അവരെ വിളിക്കുകയോ കാണുകയോ സംസാരിക്കുകയോ വീട്ടിൽ പോവുകയോ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതിനുശേഷം ഈ പെറ്റീഷൻ എസ് പിക്ക് കൊടുത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും എസ് പി അത് മറ്റൊരു ഡി വൈ എസ് പിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കുന്നു. ഏതാണ്ട് ഒരു മാസത്തിനിടയ്ക്കാണ് സമയത്താണ് ആ ഡി വൈ എസ് പി ഈ ലേഡിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു ആരോപണം ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപിച്ച ശേഷം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആരോപണം അപ്പോൾ പറയാം. അതായത് ഇത്തരത്തിലൊരു ആരോപണം ആദ്യമായിട്ട് ഇപ്പോഴാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. അതെ, ഇപ്പോഴാണ്. 2 വർഷത്തിന് ശേഷം അവർക്ക് പറയാനുണ്ട വേദി ഉണ്ടായിരുന്നു. ആ പരാതിയിൽ തന്നെ മറ്റൊരു ആൾ അന്വേഷണം നടത്തുന്നു, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. ആ സമയത്തൊന്നും പറയാത്ത പരാതി 2 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു കൊണ്ടുവരുന്നത് അത് എന്തോ കെട്ടിച്ചമച്ച ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവർ 3 പേരുടെ പേരാണ് പറയുന്നത്. ഈ 3 പേർക്കെതിരെയും അത്തരത്തിലുള്ള ആരോപണം ആദ്യഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കലുമില്ല. ആകെ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഈ പരാതി അന്വേഷിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് വിനോദ് എന്ന് പറയുന്ന CA മോശമായിട്ട് പെരുമാറി എന്നുള്ള പരാതിയാണ്. അതും ഒരു തരത്തിലും ഇല്ലാത്ത കള്ളപ്പരാതിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാനൊരു DYSP അന്വേഷണം നടത്തി. അതിനുശേഷം മറ്റൊരു DYSP ഇതിന് മുകളിൽ അന്വേഷണം നടത്തിയ ശേഷമാണ് അത് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. ഇവരിപ്പം ഈ രീതിയിലൊരു ആരോപണം ഉന്നയിക്കാൻ എന്തെങ്കിലും കാരണമുള്ളതായി വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആരോപണം വരാനുണ്ടായ സാഹചര്യം വന്നിരിക്കുന്ന ചാനലിൻ്റെ പ്രത്യേകത തന്നെയാണ്. വന്നിരിക്കുന്ന ചാനൽ എന്ന് പറയുന്നത് മുട്ടിൻ മരമുറി കേസിലെ പ്രധാന പ്രതികളായിട്ടുള്ള ആളുകൾ ഒന്നെങ്കിൽ ഉടമസ്ഥർ അല്ലെങ്കിൽ MD സ്ഥാനത്ത് ഇരിക്കുന്ന അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു ചാനലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ചാനൽ തന്നെ മുമ്പും ഈ പറഞ്ഞിരിക്കുന്ന ഇന്നലെ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്ന ആ കക്ഷി തന്നെ ഇൻ്റർവ്യൂ എടുത്ത മറ്റൊരു സാധനവും നേരത്തെ വന്നിരുന്നു. വേറൊരു കേസുമായി ബന്ധപ്പെട്ട സംഗതിയും അതും 3-4 ദിവസങ്ങളിൽ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സംഗതി തന്നെയാണ് വന്നിരുന്നത്. ഇത് കൃത്യമായിട്ടും മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കുള്ള ആ വിരോധം കൊണ്ട് മാത്രം വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മുട്ടിൽ മരമുറി കേസ് ഇപ്പോൾ വർഷങ്ങളായല്ലോ. അപ്പോൾ ഇതുപോലുള്ള ആരോപണം ആ ലക്ഷ്യം വെച്ച് മുമ്പും വന്നിട്ടുണ്ടോ? മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച് ചില ഉന്നതരിലേക്ക് സാർ എത്തുന്നു എന്നുള്ളത് കൊണ്ട് ഇതേപോലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ ഉന്നതർ എന്ന് പറയുന്ന ആൾ ഈ കേസിലെ ഈ ചാനലിൻ്റെ MDയും അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഈ ഉന്നതൻ എന്ന് പറയുന്ന ആൾ. അവരെ അറസ്റ്റ് ചെയ്യുകയും 70-75 ദിവസത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുട്ടിൽ മരമുറി കേസ് എന്ന് പറയുന്നത് ഏതാണ്ട് 507 ഏറ്റവും പഴക്കമുള്ള മരം 574 വർഷം പഴക്കമുള്ള മരമാണ്, വീട്ടിമരം. അത് ഒരു തരത്തിലും അങ്ങനെയുള്ള വീട്ടിമരം ലോകത്ത് മറ്റെവിടെയും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അത്രയും പഴക്കമുള്ള അത്രയും വാല്യൂ ഉള്ള വീട്ടിമരങ്ങൾ വെട്ടിമുറിച്ച് കടത്തിക്കൊണ്ടുപോയ കേസാണ്. ആ കേസിനകത്ത് ഹൈക്കോടതിയിൽ സാധാരണഗതിയിൽ 60 ദിവസത്തിന് ശേഷം അവർക്ക് ജാമ്യം കിട്ടേണ്ടതാണ്. അതിനുശേഷവും ഹൈക്കോടതി ജാമ്യം തള്ളുകയാണ് ഉണ്ടായത്. അത് അന്വേഷണത്തിൽ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസിൽ തന്നെ 43 കുറ്റപത്രം സമർപ്പിക്കേണ്ടതാണ്. അതിൽ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബത്തേരി DYSP ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ആ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം അവിടുന്ന് തിരൂരേക്ക് ട്രാൻസ്ഫർ ആകുന്നു. ആ സമയത്തും എന്നോട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും DGP സാറിൻ്റെ നിർദ്ദേശപ്രകാരം അത് കണ്ടിന്യൂ ചെയ്യുന്നു. വീണ്ടും അവിടുന്ന് ട്രാൻസ്ഫർ ആയി താനൂർ വന്നപ്പോഴും അത് കേസ് ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു ട്രാൻസ്ഫർ ആയിക്കഴിഞ്ഞാൽ ആ സംഗതി ശരിക്കും പറഞ്ഞാൽ ആ അന്വേഷണം അവിടെ അവസാനിക്കേണ്ടതാണ്, മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതാണ്. അത് കൃത്യമായിട്ട് അന്വേഷിച്ചു എന്ന് മേലുദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും അതിങ്ങനെ തന്നെ പോകണമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടുമാണ് മേലുദ്യോഗസ്ഥർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ ആ രീതിയിൽ അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർക്കത് തൃപ്തികരം അല്ലെങ്കിൽ ഇവരത് കേസിൽ കുടുങ്ങുമെന്ന് തോന്നിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം ഇപ്പോഴും അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പുറകെ ഇങ്ങനെ കൂടി അനാവശ്യമായിട്ട് ഇല്ലാത്ത സാധനം പറഞ്ഞുണ്ടാക്കിയിട്ട് ഒരു ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ സാറിന് ഏത് രീതിയിലായിരിക്കും മുന്നോട്ടേക്ക് പോവുക? പരാതിപ്പെടുന്നുണ്ടോ? എല്ലാ രീതിയിലുള്ള പരാതികളും ഏതൊക്കെ രീതിയിൽ പരാതി കൊടുക്കാൻ പറ്റുമോ, സിവിലാണെങ്കിലും ക്രിമിനൽ ആണെങ്കിലും
ഇനി നിങ്ങളുടെ ചാനലിന് എന്തെങ്കിലും ക്രെഡിബിലിറ്റി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്ക് ചാനലിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളോ അതിൽ നിങ്ങളുടെ അതോറിറ്റി ആരാണ് അവർക്ക് കൊടുക്കാനുള്ളതും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ DGP സാറിനും അതുപോലെ മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുക്കാനുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകും. കാരണം ഇതൊരു ക്രിമിനൽ വൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കേസ് അന്വേഷണം നടത്തി എന്നുള്ളത് കൊണ്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇനി ഒരാൾ ഇത്തരത്തിൽ കേസ് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അനുവദിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് അത്രത്തോളം ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഒരാൾ ഇങ്ങനെ ഒരു കേസ് അന്വേഷിക്കാൻ വന്നിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വലിയ ആൾക്കാരാണെങ്കിൽ അവർ കേസുകൾ ചെയ്തു കഴിഞ്ഞാൽ അന്വേഷിക്കാൻ ആളില്ലാതെയാൽ എന്താകും നമ്മുടെ ലോകത്തിന് സ്ഥിതി? അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണവും അത് ചാനൽ ഉടമകളിലേക്കും പ്രമുഖരായിട്ടുള്ള വ്യക്തികളിലേക്കും എത്തിയതിൻ്റെ വൈരാഗ്യം തീർക്കുകയാണ് ഇത്തരത്തിലുള്ള കേസുകളിലൂടെ എന്നാണ് DYSP VV ബെന്നി വിശദീകരിക്കുന്നത്.